ഹായ് ഡിയേഴ്സ്, നിങ്ങൾക്കായുള്ള ഇന്നത്തെ മെസ്സേജ് മണി ഒറാക്കിൾ കാർഡ് വെച്ച് നോക്കാം. 4 കാർഡ്സ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഓരോ കാർഡ്സായി നോക്കാം. ആദ്യം നമുക്ക് കാർഡ് മീനിങ്സ് ഓരോന്നായി നോക്കാം. എന്നിട്ട് അത് നിങ്ങളുമായി എങ്ങനെ കണക്റ്റ് ചെയ്യാമെന്ന് നോക്കാം. വീഡിയോ പൂർണ്ണമായി കാണാൻ ശ്രമിക്കുക. ഇതിലെന്തെങ്കിലുമൊക്കെ ഒരു മെസ്സേജ് നിങ്ങൾക്ക് എന്തായാലും ഉണ്ടായിരിക്കും. ഈ കാർഡ് പറയുന്നത് നിങ്ങളിപ്പോൾ എന്തെങ്കിലും പഠിക്കുകയോ എക്സാംസിന് വേണ്ടി തയ്യാറാവുകയോ ചെയ്യുകയാണെങ്കിൽ, അതായത് PSC, UPSC, SSC പോലുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസ് പോലെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും എക്സാംസ്, ഹയർ സ്റ്റഡീസ്, ഇൻ്റർവ്യൂ ഇതുപോലുള്ള എന്തെങ്കിലും ആണെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആയുള്ളവരുടെ സഹായം തേടുക. കോച്ചിങ് സെൻറ്റർ പോലുള്ളവയിൽ ജോയിൻ ചെയ്യുക. എന്നിട്ട് കൃത്യമായ പഠനശൈലി ഫോളോ ചെയ്യുക. നിങ്ങളിൽ നിന്ന് ആരെങ്കിലും ഹെൽപ്പ് ചോദിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ആർക്കെങ്കിലും സഹായം ഓഫർ ചെയ്യുന്നതിന് മുമ്പ് നന്നായി ചിന്തിച്ച് മാത്രം തീരുമാനമെടുക്കുക. നിങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ചുള്ള ഗോൾസ് തന്നെയാണോ നിങ്ങൾക്കുള്ളത്, അതോ മറ്റുള്ളവരുടെ പ്രേരണയാലാണോ നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കുന്നത് എന്നതിനെക്കുറിച്ചും നിങ്ങൾ വിലയിരുത്തുക. മറ്റുള്ളവരെ ഇൻസ്പയർ ചെയ്യാനുള്ള കഴിവ് നിങ്ങളിൽ ധാരാളമുണ്ട്. അതുവഴി അവരിൽ മറഞ്ഞിരിക്കുന്ന പല കഴിവുകളും പുറത്തു കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കുന്നു. ഒരു കാര്യത്തിൻ്റെ 2 വശങ്ങളും കാണാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട്. അതുവഴി പല ഡിഫിക്കൾട്ട് സിറ്റുവേഷൻസിലും എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾക്ക് നന്നായി അറിയാം. നിങ്ങളുടെ സമ്പാദ്യം എങ്ങനെ ഉപയോഗിക്കണമെന്ന് നിങ്ങൾക്കറിയില്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ അഡ്വൈസറിൻ്റെ ഹെൽപ്പ് തേടാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും വിശ്വാസമുള്ള ആരെങ്കിലും നിന്ന് ഉപദേശം തേടാവുന്നതാണ്. അതിനുശേഷം കൃത്യമായി പണം വിനിയോഗിക്കുക. ബേസിക് നീഡ്സിന് തന്നെയാണോ നിങ്ങൾ നിങ്ങളുടെ പണം ചിലവാക്കുന്നത്, അതോ അനാവശ്യ ചിലവുകൾക്കാണോ എന്ന് നിങ്ങൾ തന്നെ സ്വയം വിലയിരുത്തുക. എപ്പോഴും ഒരു വിൻ ആറ്റിറ്റ്യൂഡ് ഫോളോ ചെയ്യുക, പ്രത്യേകിച്ച് പണമിടപാടുകളിൽ. നിങ്ങൾക്ക് പറ്റിയ തൊഴിൽ മേഖല, അല്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ ഈ മേഖലയിലാവും വർക്ക് ചെയ്യുന്നുണ്ടാവുക, അല്ലെങ്കിൽ നിങ്ങളുടെ പൊട്ടൻഷ്യൽ ഈ മേഖലകളിലാവാം. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്ര മാത്രമാണ്. അതായത് നിങ്ങൾക്ക് നല്ല വാക്ചാതുര്യമുണ്ടാകും, സംസാരിച്ച് ആളുകളെ കൺവിൻസ് ചെയ്യാനുള്ള കഴിവ്, കണക്കുകളും മറ്റും കൈകാര്യം ചെയ്യാനുള്ള കഴിവ്, മറ്റുള്ളവരെ അവരുടെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാനുള്ള കഴിവ്, ഒരേ സമയം ഒരു സ്റ്റുഡൻറ്റും ഒപ്പം മറ്റുള്ളവർക്ക് ട്യൂഷൻ, കോച്ചിങ് എന്നിവ കൊടുക്കുന്നവരോ ഒപ്പം വല്ല രാഷ്ട്രീയം പോലുള്ളവയിൽ പ്രവർത്തിക്കുന്നവരോ ആകാം. മൾട്ടി ടാസ്കിങ് ചെയ്യുന്നവരാണ് നിങ്ങൾ. ഒരേ സമയം പല ജോലികളും ചെയ്യുന്നവരായിരിക്കും. നിങ്ങൾക്ക് പറ്റിയ തൊഴിൽ മേഖലകൾ കാഷ്യർ, സെയിൽസ്, കോൾ സെൻറ്റർ റോൾസ്, ടീച്ചിങ്, കോച്ചിങ്, മെൻറ്റർഷിപ്പ്, മോട്ടിവേഷണൽ സ്പീക്കർ, പൊളിറ്റിക്സ്, യൂണിയൻസ്, കോൺട്രാക്ട്സ്, പീസ് മേക്കിംഗ്, മാർക്കറ്റിംഗ്, അക്കൗണ്ടൻറ്റ് തുടങ്ങിയവയായിരിക്കും. ഇത് ഒരു കളക്റ്റീവ് റീഡിംഗ് ആണ്. റെസനേറ്റ് ആകുന്നവർ മാത്രം എടുക്കുക. താങ്ക് യു ഡിയേഴ്സ്.